ഇത്തവണ ഓണവിപണിയെ കണ്ണീരിലാഴ്ത്തി തമിഴ്നാട്ടിൽ രൂക്ഷമായ വരൾച്ച. മഴ കനിയാത്തതിൽ പൂക്കളുടെയും പച്ചക്കറികളുടെയും ഉൽപാദനം സാരമായി കുറഞ്ഞു. ഇതോടെ കേരളത്തിലേക്ക് ഓണക്കാലത്തെത്തുന്ന പൂക്കൾക്കും സദ്യയ്ക്കുള്ള പച്ചക്കറികൾക്കും വില ഉയർന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞതിനാൽ പുഷ്പകൃഷിയെയും സാരമായി ബാധിച്ചു. ഉൽപാദനം കുറഞ്ഞതിനാൽ എല്ലാ പൂക്കൾക്കും വില കൂടി. ഇത്തവണ പൂക്കളം ഒരുക്കാൻ ചെലവേറുകയാണ്. തേനി ജില്ലയിലെ ശീലയംപെട്ടിയിൽ നിന്നും പല്ലവരായൻപെട്ടിയിൽ നിന്നുമാണ് ഇടുക്കി, കോട്ടയം ജില്ലകളിലേക്ക് കൂടുതലായി പൂക്കൾ എത്തിയിരുന്നത്. തേനി ജില്ലയിലെ ഏറ്റവും വലിയ പൂപ്പാടങ്ങളിൽ ഇത്തവണ മഴ കുറഞ്ഞതോടെ ഉൽപാദനം പകുതിയിലും താഴെയായതായി കർഷകർ പറയുന്നു. மகசூல் கம்மினால விவசாயிகள் பெரிய பாதிப்பு ஏற்பட்டிருக்கு. அதே மாதிரி காய்கறியிலையும் மிகப்பெரிய பாதிப்பு, காய்கறி விலை எல்லாமே கூடி இருக்கு. விளைச்சல்ல மிகப்பெரிய குறைபாடு இருக்கு. இதுதான் இந்த தடவை ஓணத்துக்கு இங்கே தமிழ்நாட்டிலிருந்து பூ குறைவான முறையில் கொடுக்க முடியுது. இல்லைன்னா இதுக்கு முன்னாடிலாம் பூ நிறையா பூ இங்கேருந்து ஏற்றுமதி ஆகும், நல்ல விலைக்கு பூ வித்துட்டு இருந்துச்சு. இதில் விலை கூடுதலாக இருந்தாலும் பூ உற்பத்தி கம்மியானனால பூ நம்ம தேவைகளவு கொடுக்க முடியல. இங்கேயே மிகப்பெரிய டிமாண்டாக இருக்குது. பூ அடிச்சு பிடிச்சி எல்லாரும் வாங்கிட்டு போயிட்டு இருக்காங்க. ജലസേചന സൗകര്യമുള്ള കർഷകർ മാത്രമാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെ വിപണികളിലേക്ക് പൂക്കൾ എത്തിയപ്പോൾ പൂക്കളുടെ വില വീണ്ടും ഉയർന്നു. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പൂക്കളായ ചെണ്ടുമല്ലി, വാടാമല്ലി, അരളി, മുല്ലപ്പൂ, പിച്ചകം തുടങ്ങി എല്ലാ പൂക്കളുടെയും വില വർദ്ധിച്ചു. பூ விலை இது ஆரஞ்சு நல்ல விலை போகுது, 120 ரூபா. மஞ்சள் 80 ரூபா, 90 ரூபா, 50 ரூபா. துளசி 40, செவந்தி 150 200 250 வரைக்கும் போகுது. வெள்ளைச்செவந்தி 250 300 350 வரைக்கும். கோழி 80 ரூபா 60 ரூபான்னு போகுது. ഒരാഴ്ചക്കാലമായി തമിഴ്നാട്ടിലെ പൂവിപണികൾ സജീവമാണ്. കേരളത്തിലെ ഓണക്കാലം തമിഴ്നാട്ടിലെ പുഷ്പ കർഷകർക്കും കച്ചവടക്കാർക്കും പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. കേരളത്തിൽ ഇത്തവണത്തെ ഓണക്കാലത്ത് തമിഴ്നാട്ടിലെ പൂക്കച്ചവടം പൊടി പൊടിക്കുകയാണ്. എല്ലാ പൂക്കൾക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്ന വിലയാണ് ഇത്തവണ ലഭിക്കുന്നത്. അതുകൊണ്ട് കച്ചവടക്കാർ ഏറെ സന്തോഷത്തിലാണ്. കമ്പത്ത് നിന്ന് ക്യാമറമാൻ സിജോയ്ക്കൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.